ഞങ്ങളെ സുമതി വളവ് നിങ്ങളൊക്കെ കേട്ട് കാണും. സുമതി വളവ് സിനിമ പലരും കണ്ടും കാണും. അപ്പോൾ സുമതി വളവിൽ കൂടെയുള്ള രാത്രിയുള്ളൊരു ട്രാവൽ എക്സ്പീരിയൻസ് എന്താണെന്ന് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ നാടിനടുത്ത് തന്നെയാണ് സുമതി വളവ്. ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങൾ ഈ വഴി വരേണ്ടി വന്നു. സമയം കാണിച്ചു തരാൻ പറ്റത്തില്ല. ഏകദേശം 12 മണിയാണ് സമയം. രാത്രി 12:10 വാച്ചും ഇല്ല, എക്സ്ട്രാ ഫോണും ഇല്ല. നിങ്ങളെ രാത്രിയിലത്തെ ഇല്ലേ നമ്മുടെ സ്കൂട്ടി ഉണ്ട്, പക്ഷെ ബാക്കി വണ്ടി വരുന്നുണ്ട് കേട്ടാ, കാണുന്നില്ലേ? നമ്മുടെ ആ വഴിയിലോട്ട് കയറിയ വണ്ടിയൊന്നും കാണൂല. പിന്നെ ഇടത് സൈഡിലൊക്കെ നല്ല അരുവിയുടെ സൗണ്ടാണ്. ആളുകൾ ഓരോന്ന് പറയുന്നില്ലേ സുമതി വളവെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. 12 മണിയല്ലേ നമ്മൾ സുമതി വളവിലേക്ക് പോകാൻ പറ്റും. ഇതിനെ കൂടെ പോയാലും നമുക്ക് പോകാൻ കഴിയും. ആക്ച്വലി സുമതി വളവ് വഴി പോകണം. മറ്റേതാണ് നേരായ കറക്റ്റ് വഴി. പിന്നെ നിങ്ങൾ സുമതി വളവ് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുവഴി പോകുന്നത്. അപ്പോൾ നമുക്ക് സുമതിയെ കാണാൻ പറ്റില്ല എന്നൊന്ന് നോക്കാം. ഗൈസ്, ഇതാണ് ആക്ച്വലി എക്സാക്ട് സുമതി വളവ് എന്ന് പറയുന്ന ഒരു സ്ഥലം. ഇതാണ് സിനിമയിൽ പല വളവുകളും കാണും. പക്ഷെ ഇപ്പൊ സുമതിയൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ ഇതിന്റെ തൊട്ട് താഴെയായിട്ടാണ് നമ്മുടെ ഫോറസ്റ്റ്. കാലത്തിന് മുന്നേ ആണെങ്കിൽ നമ്മൾ ഇത്രയും സേഫ്റ്റി ആയിട്ട് ഇവിടെ വരാൻ പറ്റുന്നത് എനിക്ക് അറിയത്തില്ല. കാരണം ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഒരുപാട് വന്നിട്ടുണ്ട്, ക്യാമറ വന്നിട്ടുണ്ട്. മുന്നിൽ ഇതൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു കാലമായിരുന്നു. ഇപ്പൊ എല്ലാം മാറി, കാലം മാറി. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പ്രേതം എന്നൊക്കെ പറയുന്നത് വെറും കെട്ടുകഥകളാണ്. എന്നാലും ഈ വഴി പോകുന്നവരൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഒരുപാട് കാട്ടുപോത്തുകൾ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. ഈ അടുത്തും ഒരു ആക്സിഡൻറ്റ് ഉണ്ടായതാണ്, കുറേ ആക്സിഡൻറ്റ് ഉണ്ടായതാണ്. അപ്പം ഈ വഴി അസമയത്തൊക്കെ പോകുന്നവരൊന്ന് ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക.